ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാവരും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗിവ് അവേനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഗിഫ്റ്റൊക്കെ അറിയാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് നോക്കിയാൽ എങ്ങനെയാണ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്പെഷ്യൽ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയും വാനില എസൻസും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പോയി കിട്ടും. എന്നിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. അപ്പം കുറേശ്ശെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ആ മുട്ട പതഞ്ഞ് പൊങ്ങിയതൊന്നും താഴ്ന്നു പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി ലോ സ്പീഡിലിട്ടിട്ട്. ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പൊടിയും നമുക്കിതുപോലെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്ന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. എന്നിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ 3 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഇതുപോലെ അല്പം ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിനെ വെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രീമിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത ശേഷവും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സ് തന്നെ ചെയ്യുക. ആദ്യം ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇതിനൊരു നല്ലൊരു മിൽക്കിൻ്റെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ.
ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിനെ വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ കേക്കിന് ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെക്കൻഡ് കോട്ടിംഗ് ഒക്കെ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ അത്യാവശ്യം നല്ല കട്ടിയിലുള്ള കോട്ടിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ കേക്കിന് ഫുള്ളായിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്താൽ മതി. ഇപ്പോൾ കേക്കിന് നമ്മളിവിടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ഈ ക്രീം സെറ്റായതിനു ശേഷം വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിലോ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുകയാണ്. ഇപ്പോൾ കേക്കിനെ ഞാനിവിടെ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മുകളിൽ ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് പിന്നെ സൈഡിലൂടെ ഒരു ഡ്രിപ്പ് പോലെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ വാൻചു കേക്കൊക്കെ ഡിസൈൻ ചെയ്യുന്നത് പോലെ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താലൊക്കെ മതി. അപ്പോൾ സ്ക്യൂർ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്